ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ 2025 ജൂൺ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ഗ്രേഡ് കാർഡിൻ്റെ 30% നമുക്ക് അസൈൻമെൻറ്റ് മാർക്കിനും അതുപോലെ തന്നെ 70% നമ്മുടെ തിയറി പേപ്പേഴ്സിന് കിട്ടിയ മാർക്കിൻ്റെയുമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇഗ്നോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു അസൈൻമെൻറ്റിനും ടേം ആൻഡ് എക്സാമിൻ്റെ റിസൾട്ടിനും രണ്ടിനും പാസ്സായാൽ മാത്രമേ ഒരാൾ ആ ഒരു സബ്ജക്റ്റിന് പാസ്സായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാനുവരി സെഷൻ ആണെങ്കിൽ നമുക്ക് ജൂൺ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാർച്ച് 31 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നത് ഈ ഒരു അസൈൻമെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇഗ്നോയുടെ അസൈൻമെൻറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിൽ സ്റ്റുഡൻറ് സോണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് റിസൾട്ടായിട്ട് വന്നതിൽ നമുക്ക് കാണാം, അതിൽ നമുക്ക് സ്റ്റുഡൻസിനും ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വന്നിട്ടുണ്ടാകും. ഇതിൽ നമുക്ക് ഓൾഡ് അസൈൻമെൻറ്റ് പോർട്ടൽ എന്നുള്ള ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഓൾഡ് അസൈൻമെൻറ്റ് പോർട്ടൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വരും. ഇതിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, ബാച്ചിലർ ഡിഗ്രി, PG ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ്, PG സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഗ്നോയിൽ തന്നിട്ടുള്ള ഒരുപാട് മാസ്റ്റേഴ്സ് ഡിഗ്രിയും അതിൻ്റെ അസൈൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങളുടെ കോഴ്സ് ഏതാണ് എന്ന് വെച്ചാൽ അത് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിതിൽ MA സൈക്കോളജി എന്നുള്ളത് സെലക്ട് ചെയ്ത് അതിൽ ഫസ്റ്റ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വാലിഡ് ആയിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതായത് അതിലെ വാലിഡിറ്റി 2025 ജൂണിൽ ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എങ്കിൽ നമുക്കത് വാലിഡ് ആണ്. അതല്ല എങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വാലിഡ് ആയിരിക്കില്ല. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കാണാം ഫോർ ജാനുവരി 2025 സെഷൻ 13th സെപ്റ്റംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അതുപോലെ നിങ്ങൾ ജൂലൈയിലാണ് അഡ്മിഷൻ എടുത്തത് എങ്കിൽ 31 മാർച്ച് വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു 31 മാർച്ച് തന്നെയാണ് നമുക്ക് ഒഫീഷ്യലി ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ MCOM സെലക്ട് ചെയ്യുന്നു. ഈ ഒരു MCOM സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കാം. അതിൽ പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അവർക്ക് മാർച്ച് 15 ഇതിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കേണ്ട കാര്യം, നമുക്ക് ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 31. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോ ഡേറ്റുകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും കഴിഞ്ഞ വർഷത്തെയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 31 മാർച്ച് തന്നെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഏപ്രിൽ 30 വരെയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നത് നമ്മുടെ മാർച്ച് 31 കഴിഞ്ഞ് അതിന് ശേഷമുള്ള ഒരു വർക്കിംഗ് ഡേ ആയിട്ടാണ് നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. അതായത് ഏകദേശം ഏപ്രിൽ 2, 3 ഒക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. എന്തായാലും 100% ഉറപ്പാണ് നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളതിൽ. അപ്പോൾ ഇനിയും അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാത്ത ആൾക്കാർ വളരെ കൃത്യമായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റ് നിങ്ങൾ തുടങ്ങിക്കോളൂ. ഏപ്രിൽ 30 വരെ എന്തായാലും നിങ്ങൾക്ക് സമയമുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് തീർക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ ഒരു എക്സ്റ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മളുടെ 2025 ജാനുവരിയിലെ അഡ്മിഷൻ സെമസ്റ്റർ വൈസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസുകാർക്കും ക്ലോസ് ആയത് മാർച്ച് 15. അപ്പോൾ അവർക്കും ഈ ഒരു ജൂൺ 2025 എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. അവരും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു മാർച്ച് 31 അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് വരുന്നത്. അവർക്ക് എഴുതാനും അവർക്ക് മെറ്റീരിയൽ അയക്കുവാനുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ചില സ്റ്റഡി സെൻറ്റേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള ഡേറ്റുകൾ അവർ സെലക്ട് ചെയ്യാറുണ്ട്. ഈ ഒരു ടൈമിലാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ആദ്യമേ അറിയിക്കുന്നതായിരിക്കും. ആ ഒരു ഡേറ്റിലായിരിക്കണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓൺലൈൻ മോഡാണോ ഓഫ്ലൈൻ മോഡാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ അറിയിക്കുന്നതായിരിക്കും. വടകര റീജിയണിൽ വരുന്ന JDT പോലെയുള്ള കോളേജുകൾ അവർ തന്നെ ഒരു പ്രത്യേക ഡേറ്റ് ആദ്യം തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്